കുട്ടിയെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഒരു കുട്ടിയെ സാധാരണ ഇപ്പോൾ ഞങ്ങളെ സ്കൂളിൽ പഠിപ്പിക്കണമെങ്കിൽ 40,000 റുപ്യ ഒരു വർഷത്തിൽ ചിലവുണ്ട്. അപ്പോൾ ഒരു കുട്ടി എന്ന് പറയുമ്പോൾ LKG മുതൽ 12ാം ക്ലാസ്, അപ്പോൾ ഏതാണ്ട് 14 വർഷം ഇവരുടെ എല്ലാ ചിലവുകളും ടൂർ പാക്കേജ് വരെ നമ്മൾ വഹിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഇന്ന് വരെ വലിയ വിഷമങ്ങളൊന്നും ഗവൺമെൻറ്റിൽ നിന്ന് ഒരു 5 ചില്ലിക്കാശ് ഇതിന് വേണ്ടി കിട്ടിയിട്ടില്ല. ഞങ്ങളൊരിക്കൽ അതിനു വേണ്ടി ശ്രമിച്ചപ്പോഴും അത് അവരുടേതായ കണ്ടീഷൻസൊക്കെ നമുക്ക് പറ്റുന്നില്ല. ഒരിക്കലും ഈ അനാഥ മക്കൾ നമ്മുടെ ഏറ്റവും വലിയ സവിശേഷത, ഇത് ജനങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഇവിടെ ജാതിഭേദമൊന്നുമില്ല. നമ്മളെ പിന്നെ കുണ്ടാറ് ബാലൻ്റെ മക്കളൊക്കെ ഇവിടെ പഠിച്ചാലേ ഇവിടെ അങ്ങനെ ഒരുപാട് മക്കളുണ്ടായിട്ടുണ്ട്. ഒരിക്കലും ഞങ്ങൾ അനാഥരാണെന്ന് അറിയുന്നില്ല. അവർക്ക് ആ ഒരു ഫീല് കൊടുക്കുന്നില്ല വെച്ചാൽ അവർക്ക് അറിയുന്നില്ല. എനിക്ക് പോലും ഈ അനാഥ മക്കളെ ആരെയെന്ന് അറിയണമെങ്കിൽ രജിസ്റ്റർ നോക്കണം. എനിക്കും അറിയില്ല, ടീച്ചേഴ്സിനും അറിയില്ല അവരെ. കാരണം മറ്റുള്ള കുട്ടികളെ പോലെ തന്നെ അവർ കോട്ടിട്ട് വരുന്നു, ടൈ കെട്ടുന്നു, പോകുന്നു, വരുന്നു. അവർക്ക് യാതൊന്നും അറിയില്ല. അവരുടെ ഫീസ് അവരടക്കണ്ടെന്ന് മാത്രം. അത് വർഷത്തിലൊരിക്കൽ ഞങ്ങൾ പേരൻസിനെ വിളിച്ച് പിന്നെ അവരുമായിട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും. അതിലും ഭൗതിക സമന്വയ വിദ്യാഭ്യാസമാണ് അവർക്ക് കൊടുക്കുന്നത്. തീർച്ചയായും അൽഹംദുലില്ലാ, വലിയ സന്തോഷമാണ് ആ വിഷയം.